പിള്ളേരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അമ്മു. ഇന്ന് നമുക്കേ മസാല ദോശയുടെ അകത്ത് വെക്കുന്ന ആ ഒരു കൂട്ട് ഉണ്ടാക്കിയാലോ. നമ്മൾ ബീട്രൂട്ടൊന്നും ചേർത്തല്ല കേട്ടോ, ഞാൻ പൊട്ടറ്റോൻ്റെ മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഇത്, വളരെ ടേസ്റ്റിയുമാണ്. നമുക്ക് ചപ്പാത്തി, പൂരി, ദോശ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. ആദ്യം തന്നെ നിങ്ങൾ പൊട്ടറ്റോ ഒരു 3-4 പൊട്ടറ്റോ എടുത്തിട്ട് കുക്കറിൽ വേവിച്ചതിന് ശേഷം അതൊന്ന് ഉടച്ച് വെക്കുക കേട്ടോ. ഒരു പാൻ എടുത്ത് എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക് പൊട്ടിക്കുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് കൊത്തി അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ചേർത്തതിന് ശേഷം ഉപ്പിടുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ടൊമാറ്റോയും മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴൻ്റെ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിനി മസാലകൾ ചേർക്കാം. ഞാൻ ജീരകപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിനുശേഷം ലാസ്റ്റ് ഞാൻ മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂണും ഇടുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ കുറച്ച്. അതൊന്ന് തിളച്ചൊരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാവേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗ്രീൻ പീസോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനത് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് നോർമലായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ഇതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്കിൽ അറിയിക്കുക. ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക്